മണിക്കാണ് ഇപ്പോ ഏകദേശം 5:30 പക്ഷെ താരം ജിൻഡോ വന്നിട്ടില്ല. അത് സെറ്റിൽ അങ്ങനെ ആയിരുന്നതാണ് ചോദ്യം. ഞാൻ നേരത്തെ മോനോട് പറഞ്ഞില്ലേ, ഞാനാണോ പറയേണ്ടത് വേറെ വല്ലവരാണോ പറഞ്ഞത്? കൈമാറട്ടെ, ഞാൻ പ്രൊഡ്യൂസറിന് കൈമാറാം, ഇതായിരിക്കും നല്ലത്. എന്ത് പറയുന്നു? അടി ഞാൻ വാങ്ങിച്ചു. ജിൻഡോയെ കുറിച്ച് എന്താ അറിയേണ്ടത്? അല്ല, ഇപ്പൊ ഓൾറെഡി 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ജിൻഡോയെ കുറിച്ച് ചോദിക്കുമ്പോൾ മോൻ എന്തെങ്കിലും കരഞ്ഞു ചോദിക്കുന്നത്? സ്റ്റേണായിട്ട് ചോദിച്ചൂടെ? വെള്ളം കുടിക്കണോ? വേണ്ടേ? അല്ല, ജിൻഡോയെ കുറിച്ച് ജിൻഡോ ഇടിക്കുന്നു വെച്ചിട്ടാണോ? ജിൻഡോയ്ക്ക് ജിം ഉണ്ടെന്ന് വെച്ചിട്ടാണോ? പിന്നെന്താ പ്രശ്നം? ജിൻഡോ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാ വന്നത്. ജിൻഡോ 1.5 മണിക്കൂർ ലേറ്റ് ആയെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. നമ്മുടെ റോഡിൽ കൊണ്ട് ജിൻഡോയ്ക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല, അതായിരിക്കും കാരണം. ജിൻഡോ മേക്കപ്പ് ചെയ്യുകയായിരിക്കാം. ഇവര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മുടിഞ്ഞ കാലം കൊണ്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്രയും നേരത്തെ എത്തിയ നേരത്തെ ഇവിടെ വരെ എത്തിയില്ല. അടിയുടെ മക്കളെ കൈ തലേദിവസം വന്നു. ഞങ്ങൾ പണികൂലായിരിക്കുന്നത്, ഞങ്ങള് രാവിലെ വിളിച്ചിട്ട് വന്നതാണ് നമ്മള് സമയത്ത്. നിങ്ങൾ പറഞ്ഞ ടൈമിലാണ് നമ്മൾ വരുന്നത്. അതിനർത്ഥം നമ്മുടെ സമയത്ത് വരില്ലാത്ത പോലെ നിങ്ങൾ വർത്താനം പറയണേ. അരമണിക്കൂർ മുമ്പ് എത്തുക എന്നുള്ളതാണ്. അതെ, സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഞാനാണ്. ജിൻഡോ അല്ലല്ലോ. ജിൻഡോ തിയേറ്ററിൽ സിനിമ എത്തിക്കുന്നത് ആരാണ്? പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് കൂടിയിട്ടല്ലേ. ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ ഇതിനകത്ത് 2 ആർട്ടിസ്റ്റ് മരിച്ചുപോയി, അതേക്കുറിച്ച് ആരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ സിനിമ ഒരു മിനിറ്റ് ഞങ്ങളുടെ ഡയറക്ടർ അത് പറയേണ്ടതായിരുന്നു, സാർ അത് പറഞ്ഞില്ല. 2 ആർട്ടിസ്റ്റുകൾ ഇന്ന് നമ്മെ വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമയില്. അത് 2 പേരും ഇതിനകത്ത് പാട്ട് സീനിലുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവർ 2 പേരും ഇല്ല. അപ്പൊ നമുക്കൊരാളില്ലെന്ന് പറഞ്ഞിട്ട് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് ഞാൻ താമസിച്ച് വന്നെങ്കിലും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ 4 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4:15, 4:30 അപ്പൊ തുടങ്ങിക്കോളുക, അത്രേ ഉള്ളൂ. ജിൻഡോ വന്നാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഇല്ലേ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണ്ടിയിട്ടും ഒരു സൂര്യൻ രാവിലെ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഞാനോ നിവിനോ രാവിലെ എണീറ്റ് സൂര്യൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സൂര്യൻ അതിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കും, ഞാൻ എന്റെ ജോലിയിലേക്ക് കടക്കും. പോരെ? ഇപ്പൊ ജിൻഡോ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഇവിടെ ഞങ്ങൾ ഇരിപ്പുണ്ട്, ഉറപ്പായിട്ടും. പക്ഷെ മോൻ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഇത്രയും നേരം 3 മണി തൊട്ട് അല്ലെങ്കിൽ 4 മണിക്ക് പ്രസ് മീറ്റ് പറഞ്ഞു. ഈ 4 മണി തൊട്ട് സ്വപ്ന സുന്ദരിയുടെ പ്രൊമോഷൻ വർക്കിനായിട്ട് നിങ്ങളെല്ലാം ഇരിക്കുന്നു. അദ്ദേഹം ഇതുവരേക്കും എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഒരല്പം ആലോചിച്ച് നോക്കൂ. ഞാൻ കുറച്ച് നേരത്തെ ഇത് ഉൾക്കൊണ്ട് തന്നെയാണ് ഒരു ആൻസർ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ബിഗ് ബോസിന് മുമ്പുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള തലത്തിൽ ഞാൻ പറഞ്ഞു. ബിഗ് ബോസിന് ശേഷമുള്ള ആർട്ടിസ്റ്റ് എന്നും ഞാൻ കുറച്ചു മുമ്പ് കാര്യം പറഞ്ഞതിൽ ഈ ഉത്തരം അതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായില്ലേ? ഞാൻ തന്നു കഴിഞ്ഞു. ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു, അടിച്ചു പൊളി. ഞാൻ 6 അടി ആ ഒരു ആൻസർ പറഞ്ഞില്ലേ, ആ ആൻസറിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിക് ടാലന്റ് എത്രയാണെന്നും അതെല്ലാം സംഭവം. അത് ബിഗ് ബോസിന് മുമ്പായിരുന്നു. ബിഗ് ബോസിന് ശേഷം എന്ന് പറയുന്നത് അദ്ദേഹം ബിഗ് ബോസ് വിന്നറാണ്. ഞാനൊക്കെ ബിഗ് ബോസിൽ നിന്ന് തോറ്റ് വെളിയിലിറങ്ങിയ പാവങ്ങളാണ്. അപ്പൊ വിജയിച്ചവരെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു റെസ്പെക്റ്റിലും കുറച്ചുകൂടെ ഒരു നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ വരുന്ന വഴിയിൽ വണ്ടി ബ്ലോക്ക് ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്കിത് മുമ്പോട്ട് പോവാം. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ ആർട്ടിസ്റ്റ് എത്തുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം തരും. അല്ല, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മന്ത്രി ഉദ്ഘാടനത്തിന് വരുമെന്ന് പറയുന്ന സമയത്ത് ചില സമയം മന്ത്രി എപ്പോ വരും എന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി ഉത്കണ്ഠപ്പെടാറുണ്ടോ? മന്ത്രി വരുമ്പോ വരും, വന്നില്ലെങ്കിൽ വരൂല. എന്നാലും പരിപാടി അവിടെ നടക്കൂലേ? ഒരാളല്ല അവസാനം. എനിക്ക് ശേഷം പ്രളയമല്ല, എനിക്ക് ശേഷം എന്നെക്കാൾ മിടുക്കരായിട്ടുള്ള പാർട്ടികൾ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ക്ലിയർ അല്ലേ? എന്നെ ജില്ലയും കൂടെ അടിപിടിപ്പിക്കാൻ വേണ്ടി എന്റെ മോനെ, നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ ആണ്. പക്ഷെ ഞാൻ മോൻ ICC അല്ലേ പഠിച്ചത്? സ്വപ്ന സുന്ദരൻ ഇവിടെ 5 പയ്യന്മാര്, 5 ചെറുപ്പക്കാർ, നല്ല യുവ കോമളന്മാരെന്തോ ഇരിക്കുന്നുണ്ടോ, നല്ല ലുക്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇതാണ്. ഇതിനകത്ത് ഒരു ത്രെഡ് പറഞ്ഞേക്കാം, വേറെ ഒന്നുമല്ല. മിസ്ഡ് കോളിന്റെ പുറകെയുള്ള യാത്രയാണ്. ഒരു സുന്ദരിയുടെ ഒരു കോൾ വരുന്നു. ആ കോള് ഒരു ഇടുക്കി ആ ഏരിയകളിൽ നിന്നുള്ള ഒരു സുന്ദരിയുടെ, ഈ 5 സുന്ദരിമാരിൽ ഒരാളിന്റെ ഒരു മിസ്ഡ് കോള് ടൗണിൽ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു സുന്ദരന്റെ ഫോണിലേക്ക് വരുന്നു. ഈ ഫോണിൽ നിരന്തരം അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷെ ആളിനെ കാണാൻ പറ്റുന്നില്ല. ഈ ആളിനെ അന്വേഷിച്ചുള്ള ഒരു സുന്ദരന്റെ, ആ സുന്ദരന്റെ യാത്രയാണ്
ഈ സുന്ദരിയിൽ എത്തിച്ചേരുമോ അതോ വേറെ സുന്ദരികളിലാണോ എത്തിച്ചേരുന്നത് അതോ അദ്ദേഹത്തിന് പണി കിട്ടുമോ? ഇതാണ് ഇതിനകത്തൊരു മെയിൻ ത്രെഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇതിലൊക്കെ എന്ത് വിളി പറഞ്ഞാലും ഇപ്പം സുന്ദരന്മാരുണ്ട്, ഏത് സുന്ദരനാണ് തേപ്പ് കിട്ടുന്നത് എന്നുള്ളതെല്ലാം സിനിമയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും, അതിന് യാതൊരു സംശയവും. അതേപോലെ പറഞ്ഞതിൽ ചോദിക്കണം, അതിപ്പം സിനിമകളില് കഥകളാണ് പ്രധാന, സ്ക്രിപ്റ്റുകളാണ് എന്റെ സോൾ എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ ഇപ്പോൾ നടക്കുന്ന കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഓൺ ദി വേ ആണ്. ഇപ്പം സിനിമകളില് കഥയാണ് പ്രധാനം, പ്രേക്ഷകർ കഥകൾ കാണാനാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പം ഒരു 150 രൂപ കൊടുത്ത് തിയേറ്ററിൽ കിടന്ന പ്രേക്ഷകനെ കാണുന്ന സിനിമ എന്റർടൈനിങ് ആയിരിക്കും. എന്റർടൈൻ ആണ്, അതാണ് പറയുന്നത്, മേക്കിങ്ങിലാണ്. അതെ, നല്ല കഥ, നല്ല സ്ക്രിപ്റ്റ്, പക്ഷെ മേക്കിംഗ് ബോറായി പോയാൽ തീർന്നില്ലേ. അതെ അതെ. അപ്പൊ മേക്കിംഗ്, അതാ ഞാൻ പലവട്ടം പറഞ്ഞത്, സിനിമ മേക്കിംഗ് ആണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മൾ തുടരും എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മൾ കണ്ടു, അത് അദ്ദേഹത്തിന്റെ ആ ഒരു മേക്കിംഗ് ആണ്. പലതിന്റെയും മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് കണ്ടു, നമ്മൾ അവതാർ കണ്ടു അല്ലേ, അവതാർ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ജെയിംസ് ബോണ്ട് ഫിലിമുകൾ കാണുന്നു. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിലിംസ് എന്ന് പറയുന്നത് 007 ഫിലിമാണ്, ജെയിംസ് ബോണ്ട് സിനിമയാണ് അല്ലെ. അതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് വർഷങ്ങളെടുത്താണ് അവർ ചെയ്യുന്നത്, ആ സെറ്റ് ഇടുന്നതും ആ കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പൊ നമുക്ക് മേക്കിങ്ങിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, അതായത് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ സിനിമകൾ നോക്കുമ്പോൾ താരങ്ങൾക്ക് പ്രാധാന്യം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, താരങ്ങളുടെ മാർക്കറ്റിംഗ് വെച്ചിട്ട് സിനിമകൾ പിടിക്കുന്നതായിട്ട് ഇല്ല. ഇപ്പൊ ഞാൻ കണ്ട, സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പൊ മുൻനിര സൂപ്പർ സ്റ്റാറുകളെ നമ്മൾ മാറ്റി നിർത്തുന്നു, അവർക്ക് ഇന്നും എന്നും ഡിമാൻഡാണ്. അതിന്റെ തൊട്ട് താഴോട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ സിനിമ എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിബന്ധന വരുന്നില്ല. അതുകൊണ്ടാണ് പഴയ ആർട്ടിസ്റ്റുകളിൽ കുറെ പേർ നിങ്ങൾ കണ്ടു കാണും സീരിയൽ മേഖലകളിലേക്കും പോയി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ചാനൽ സീരിയലുകളിൽ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകളിൽ പലരും അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ സിനിമ എടുക്കാൻ അങ്ങനെ ഒരു പഴയ ആർട്ടിസ്റ്റുകളിൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇല്ലെങ്കിലും സിനിമ ഇറക്കണം എന്ന ആഗ്രഹത്തോടെ വരുന്ന പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ. അതിലെ ഡയറക്ടർമാർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് മേക്കിങ്ങിലൂടെ പുതിയ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ന്യൂ കമേഴ്സിനെ, പുതുമുഖങ്ങളെ ഗംഭീരമായി പെർഫോം ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര എസെൻഷ്യാലിറ്റി ആണ് എന്ന് പറയാം. പക്ഷെ ഒരിക്കലും ലാലേട്ടന്റെ, മമ്മൂക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള മുൻനിര സൂപ്പർ പരിവേഷമുള്ള ആ ആർട്ടിസ്റ്റുകളുടെ ഗ്യാപ്പ് നമുക്ക് ആർക്കും, ന്യൂ കമേഴ്സിന് ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നില്ല. ആകെ ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. നാളെ നമ്മള് ഒരു സ്പെഷ്യൽ ഷോ വെച്ചിട്ടുണ്ട്. നമ്മുടെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരണം, വനിതയിൽ വരണം. മീഡിയ പേഴ്സൺസിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് വനിതയില് 10 മണിക്ക്. ബാക്കി എല്ലാ തിയേറ്ററും നമ്മൾ 12 മണിക്ക് തുടങ്ങുന്നത്. അപ്പം നമുക്ക് സിനിമ കാണാം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് വീണ്ടും കണ്ടതിന്റെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും നാളെയും വരണം. ഞാൻ ഇവിടെ തന്നെ ആ ചോദിച്ച ചോദ്യത്തിന് പുറകിലൊരു വേറൊരു ഉദ്ദേശമുണ്ട്, അത് സാറിന് മനസ്സിലായില്ല ചിലർ. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നാളെ ഈ സിനിമ കണ്ടിട്ട് സിനിമ കഴിഞ്ഞ് ഇവരെന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് ഉറപ്പായും സിനിമയ്ക്ക് ഞാൻ എത്തും. സിനിമ കണ്ടു കഴിഞ്ഞും നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ പലരും ചെല്ല് നോക്കുന്നത് അവിടെ ജിൻഡോ വരുന്നുണ്ടോ, ജിൻഡോ വരുന്നുണ്ടോ, അതാ കണ്ടോ. അപ്പൊ ആ ജിൻഡോയ്ക്ക് ആ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഞാനതൊക്കെ ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളാണ് തീർച്ചയായും. ഇതാണ്ടോ ജിൻഡോ ആരാധ്യത കൈവീശിക്കൊണ്ട് ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മുടെ സ്വന്തം ജിൻഡോ വരികയാണ്. അപ്പൊ അതിന്റെ റെസ്പെക്ട് ഞാൻ എന്തായാലും ആ റെസ്പെക്ട് കൊടുക്കുന്നതാണ്. ടൈമിംഗ് പങ്ക്ച്വാലിറ്റി ആണ് ജിൻഡോയുടെ ഏറ്റവും പ്രധാനം.